ഡാറ്റകൾ ചോർത്തിക്കൊണ്ടു പോകുന്ന വെബ്സൈറ്റുകൾ ഏതാണെന്ന് അതെങ്ങനെ ഒഴിവാക്കാമെന്നും ഇങ്ങനെ ഡാറ്റകൾ ചോർത്തിക്കൊണ്ടു പോകുന്നതിലൂടെ നമ്മുടെ ഫോണിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്നവരുടെ കയ്യിലേക്ക് എത്തുന്നതിനും ഇത് കാരണമാകുന്നു. നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ കയറുന്ന സമയത്തോ നമ്മൾ ഏതെങ്കിലും ആപ്പുകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്തോ ആണ് ഇങ്ങനെ ഡാറ്റകൾ ചോർത്തപ്പെടുന്നത്. ഏതെങ്കിലും വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ ആ ലിങ്കുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷനും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഈ നോട്ടിഫിക്കേഷനുകൾ അവിടെ തന്നെ ലിങ്കായി കിടക്കും. അങ്ങനെ ലിങ്കായി കിടക്കുന്നതിലൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചോർത്തിക്കൊണ്ടു പോകുന്ന ഒരു പ്ലാറ്റ്ഫോം ഫോണിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അത് നമുക്ക് ഞാൻ പറയുന്ന പോലെ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് അത് പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളുടെ ഫോണിനെ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ സാധിക്കും. അതെങ്ങനെ ചെയ്യാമെന്ന് വിശദമായി ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. വിശദമായ വീഡിയോയിലേക്ക് പോകാം. അതിനുമുമ്പ് എൻ്റെ കൂട്ടുകാർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന കാര്യം മറക്കല്ലേ. അതുപോലെ ഒന്ന് ലൈക്കും ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. അന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുക. അതോടെ അവിടെ ആപ്ലിക്കേഷൻ എല്ലാം വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഇത് ആദ്യം നോക്കുന്നത് ക്രോമിലാണ്. നിങ്ങളുടെ ക്രോമിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതോടെ ക്രോം ഇങ്ങനെ ഓപ്പൺ ആയി വന്നതായി കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് അവിടെ നേരെ മുകളിലായി 3 ഡോട്ട്സ് കാണും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതോടെ അവിടെ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും. അവിടെ ചെയ്യേണ്ടത് അവിടെ നേരെ താഴെ കാണുന്ന സെറ്റിംഗ്സ് എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതോടെ അവിടെ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വീണ്ടും വന്നതായി കാണാൻ സാധിക്കും. അവിടെ നേരെ താഴോട്ട് വരിക. അവിടെ നേരെ താഴെ കാണുന്ന സൈറ്റ് സെറ്റിംഗ്സ് എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതോടെ അവിടെ വീണ്ടും ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും. അവിടെ നേരെ താഴോട്ട് വരിക. അവിടെ അപ്പോൾ നേരെ താഴെയായി ഓട്ടോമാറ്റിക് ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ ആപ്പുകൾ, അതായത് തേർഡ് പാർട്ടി ആപ്പുകൾ, അതായത് വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് അവരുടെ ആപ്പുകൾ നമ്മുടെ ഫോണിലേക്ക് കയറുകയും ആ ആപ്പുകൾ നമ്മുടെ ഫോണിനെ ഹാക്ക് ചെയ്യുകയും ട്രാക്ക് ചെയ്യുകയും നമ്മുടെ എല്ലാ കാര്യങ്ങളും ചോർത്തുന്നതിനും അവർക്ക് സാധിക്കും. ഇങ്ങനെയുള്ള വെബ്സൈറ്റുകൾ നിങ്ങളുടെ എല്ലാ കാര്യവും ചോർത്തി കൊടുക്കുകയും ചെയ്യും. ഈ ഓട്ടോമാറ്റിക് ഫീച്ചർ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചോർത്തി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതാണ് ഏറ്റവും അപകടകാരി. അതുകൊണ്ട് നമുക്കിതൊന്ന് ഒഴിവാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഈ ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ഒഴിവാക്കി കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ഇങ്ങനെ ഓപ്പൺ ആയി വന്നതായി കാണാൻ സാധിക്കും. അതവിടെ ഓൺ ആയി കിടക്കുന്ന കാണാൻ സാധിക്കും. അതൊന്ന് ഓഫാക്കി കൊടുക്കുക. ആവശ്യം വേണ്ടി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. നിങ്ങൾ ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത ശേഷം ആഡ് സൈറ്റ് ഇൻസ്ക്രിപ്ഷൻ എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടെ അവിടെ ഇങ്ങനെ പോപ്പപ്പ് വരും. അവിടെ സൈറ്റ് URL എന്നുള്ളിടത്ത് നിങ്ങളെ ആ ലിങ്ക് നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങളെ ഹാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വെബ്സൈറ്റുകളും നിങ്ങളുടെ ഫോണിലേക്ക് വരില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഇതുപോലെ പേസ്റ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ ഫോൺ വളരെയേറെ സുരക്ഷിതമായി വെക്കുവാനും സാധിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി വരാമെന്ന നല്ല ആത്മീയ സ്വസ്ഥത. ഗുഡ് ബൈ.